ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഷപ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചി മെട്രോ, അതായത് വാട്ടർ മെട്രോ. ഞങ്ങളിപ്പോൾ ഉള്ളത് ചേരാനെല്ലൂരിൽ നിന്നും സൗത്ത് ചിറ്റൂരിലേക്കുള്ള വാട്ടർ മെട്രോയിലാണ്. ഇതിൽ അങ്ങനെ ആളൊന്നുമില്ല, ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉണ്ടായുള്ളൂ. മെട്രോ ഇവിടെ നിന്ന് മൂവായി. ഈ കൊച്ചിയുടെ ചൂടിൽ ഒരു അരമണിക്കൂർ മെട്രോയിൽ ഇരുന്നാൽ തന്നെ വലിയൊരു സമാധാനം. ഫുൾ AC ആണ് കേട്ടോ. നല്ല കാഴ്ചയും പുറം എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ ഈ മെട്രോയുടെ ഇവരുടെ സർവീസിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെ ടൈമിംഗ് സെറ്റാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ആൾ കുറവാണ്. മെട്രോ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളില്ലാതെ. പിന്നെ നമ്മുടെ പെരിയാറിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല ശരിക്ക് അടുത്തറിയാൻ പറ്റും മെട്രോയിൽ സഞ്ചരിക്കുമ്പോൾ. ഉണ്ടോ, നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. ഓരോ സ്ഥലങ്ങളിലും ഒരുപാട് ചീനവലകൾ. ഒരുപാട് സ്ഥലങ്ങൾ കാണാം, ഒരുപാട് സ്ഥലങ്ങൾ അടുത്തറിയാൻ കഴിയും. അത്ര ക്ലോസ് ആയിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേരാനെല്ലൂരിൽ നിന്നും സൗത്ത് ചിറ്റൂരിലേക്ക് ഏകദേശം 30 മിനിറ്റാണ്. ആകെ 30 രൂപയുള്ള കേട്ടോ ടിക്കറ്റ്. ഇതാ ചീനവലകളായി കാണുന്നത്. സംഭവം നല്ല വൈബാ. പിന്നെ സൗത്ത് ചിറ്റൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു സംവിധാനങ്ങളില്ല. ബസ്സുകൾ കുറവ്. ഇത് വരാപ്പുഴ പള്ളിയാണ് കേട്ടോ. ഇവിടെയുള്ള ജനങ്ങൾക്ക് പോലും ശരിക്കും മെട്രോ എന്താണെന്ന് അറിയില്ല. ഞാൻ പലരോടും അന്വേഷിച്ചു. അപ്പോൾ അവരൊന്നും ഇതുവരെ ഇതിൽ ട്രാവൽ ചെയ്തിട്ടില്ല. ഇത് ചേരാനെല്ലൂരിൻ്റെ ഒരു സൈഡാണ്. നല്ല തെളിഞ്ഞ വെള്ളം. പെരിയാറിൽ ഈ ഒരു യാത്ര നല്ല വൈബാ. ഞങ്ങൾ സൗത്ത് ചിറ്റൂർ പോയിട്ട് അവിടുന്ന് പിന്നെ ബസ്സിൽ എറണാകുളം പോയി. എറണാകുളത്ത് നിന്ന് ഹൈക്കോർട്ടിൻ്റെ അവിടെ പോയിട്ട് അവിടുന്ന് പിന്നെയും മെട്രോയിൽ തിരിച്ച് ചേരാനെല്ലൂരൊക്കെ തന്നെ ഉണ്ട്.
എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ യാത്ര. അത്രയ്ക്ക് സ്മൂത്താണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. നല്ല AC-യിലിരുന്ന് അടിപൊളിയായിട്ട് പോകാം. ലക്ഷറി യാത്രയാണ്, അതും ഇത്ര പൈസ കുറഞ്ഞ്. ഈ മെട്രോ കുറച്ച് ഇവരുടെ ഈ ബോട്ട് ജെട്ടികൾ കൂട്ടുകയാണെങ്കിൽ, മെട്രോ എടുക്കുന്ന സ്റ്റേഷൻസ് കൂട്ടിയാൽ കുറച്ചുകൂടി ആളുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരുടെ ടൈമിംഗ് കറക്റ്റ് അല്ല, അതാണ് ഇപ്പോൾ പ്രോബ്ലം. അതേസമയം ഫോർട്ട് കൊച്ചി, വൈപ്പിൻ, പിന്നെ നമ്മുടെ ഹൈക്കോർട്ട്, അവിടെ ആൾ കൂടുതലുണ്ട്. ഇവിടെ രണ്ട് സൈഡും ദ്വീപുകളാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ജനങ്ങളുണ്ട്. വെള്ളത്തിനും ജോലി, എല്ലാ കാര്യങ്ങളും ഇവരെല്ലാം ആശ്രയിക്കുന്നത് എറണാകുളമാണ് മെയിനായിട്ട്. കൊച്ചിയുടെ സൗന്ദര്യം ശരിക്ക് ചീനവലകളാണ്. ഗതാഗതം യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് മെയിനായിട്ട് വള്ളങ്ങളിൽ, വലിയ വലിയ കെട്ടുവള്ളങ്ങളിലാണ് സാധനങ്ങളുമായിട്ട് ആളുകൾ വന്നത്. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. യാതൊരു തിരക്കുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം എറണാകുളം വരെ. മഴക്കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാവും. ഈ വീടുകളിലെല്ലാം മിക്കവാറും വെള്ളം കയറും. ഒരു ആംബുലൻസ് ബോട്ടാണ് ഈ കാണുന്നത്. ദ്വീപുകളിലേക്കും പാലങ്ങളായി. പക്ഷേ ഈ പാലങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ പാലത്തേക്ക് ഇറങ്ങി ഏകദേശം 6 കിലോമീറ്റർ 7 കിലോമീറ്റർ പാലങ്ങളാണ്. അപ്പം ജനങ്ങൾ കൂടുതലും ഇപ്പോഴും ഈ ഫെറികളെയാണ് ആശ്രയിക്കുന്നത്. സ്റ്റേഷനിലെത്താറായി.
ഹൈക്കോർട്ടിലേക്ക് പോയത്. യാത്രാ സൗകര്യം കുറവാണ് ഇവിടുന്ന് മറ്റുള്ള സ്ഥലത്തേക്ക്. അതുകൊണ്ട് അടുത്ത മെട്രോ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ഉള്ളത്. ഫോർട്ട് കൊച്ചിയല്ല, ഹൈക്കോർട്ടിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ പോയി. പിന്നെ കുറച്ച് എറണാകുളത്ത് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങി. മെട്രോ സ്റ്റേഷൻ പോലെ തന്നെ ഇവിടെ നല്ല സെറ്റപ്പ്. അവിടെ എല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങളും. ഇവിടെ ആക്ച്വലി പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയല്ല, ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇവിടെയാണ് കൊച്ചി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇവിടുന്ന് കാണാം, കൊച്ചിയിലെ ഓരോ കാര്യങ്ങളും ബിൽഡിങ്ങുകളെല്ലാം. ഇതിപ്പോൾ ഈവനിങ് ടൈമായി, നല്ല വൈബായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടിക്കറ്റ് എടുത്തത് സൗത്ത് ചിറ്റൂരിലേക്കാണ്. പിന്നീടാണ് അറിയുന്നത് ഇത് ഡയറക്റ്റ് ചേരാനല്ലൂർ പോകുന്നത്. പിന്നെ സൗത്ത് ചിറ്റൂർ ഇറങ്ങി, പിന്നെ അവിടുന്ന് രണ്ടാമത് ടിക്കറ്റ് എടുത്തിട്ടാണ് പിന്നെ കയറുന്നത്. ഇതാണ് നമ്മുടെ ഗോശ്രീ പാലം. ഇവിടെയാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. കൊച്ചിയുടെ സൗന്ദര്യം ഇങ്ങനെ കണ്ടാലേ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഈവനിങ് ടൈം വേണം പോകാൻ. കുറച്ചും കൂടി കഴിയുകയാണെങ്കിൽ ഒരു 6:30 പോകണമെങ്കിൽ നല്ല വൈബായിരിക്കും. നല്ല ലൈറ്റിങ്ങും ഷിപ്പൊക്കെ കാണാൻ പറ്റും നമുക്ക്. എന്താ കൂറ്റൻ ബിൽഡിങ്ങുകളല്ലേ, ഒരു ദുബായിലൊക്കെ പോയ ഒരു ഫീലാ. ഇതാ ഇങ്ങനൊരു ലക്ക് കിട്ടി. എന്തായാലും യാത്ര നല്ല സൂപ്പറായിരുന്നു. വൈഫിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ എന്നാ വൈൻഡപ്പ് ചെയ്യുന്നേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ